ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനുദ്ദീൻ. നമ്മളിപ്രാവശ്യം ഷെയർ മാർക്കറ്റുമായി അല്ല, ഒരു പുതിയ ട്രാവലോഗിൻ്റെ ഒരു പുതിയ എപ്പിസോഡ്. പുതിയതെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. നേരത്തെ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു രണ്ടാം യാത്രയാണിത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ബന്ദിപ്പൂർ മനോഹരമായിട്ടുള്ള ഒരു വനമേഖലയാണ്. നേരത്തെ അത് വീരപ്പൻ്റെ കാടൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് വളരെ മനോഹരമായിട്ട് കർണാടക ഗവൺമെൻറ് ചെയ്തു വെച്ചിരിക്കുകയാണ്. നമുക്കതിൽ വനത്തിൽ പോയി താമസിക്കാനുള്ള JLRൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ JLRൻ്റെ റിസോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ പുറത്തുനിന്നുള്ള ഭാഗങ്ങളാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തികച്ചും വനത്തിനുള്ളിൽ തന്നെയാണ് ഈ താമസം അവരൊരുക്കിയിട്ടുള്ളത്. താമസം ഇത്തിരി എക്സ്പെൻസീവാണ്, എങ്കിലും സഫാരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു പ്രോഗ്രാമാണ്. നല്ല ചാർജുണ്ട്, അത്യാവശ്യത്തിന് ചാർജുണ്ട്, നല്ല ഭക്ഷണവുമാണ്. ഓരോ വന്യജീവികളുടെ പേരിലാണ് ഇതിൻ്റെ ഈ കോട്ടേജിനൊക്കെ പേരിട്ടിരിക്കുന്നത്. അത് നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ദോൾ എന്ന് പറയുന്ന ഒന്നാണ്, അതായത് കാട്ടുനായ അതിൻ്റെ പേര്. അതുപോലെ തന്നെ വ്യത്യസ്തമായ പേരുകളാണ്. ഗൗറ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ യാത്രക്കുണ്ടായിരുന്നത് സെയ്ഫുദ്ദീൻ ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം ലിയാഖത്താണ്. പുള്ളി വളരെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. ഇത് ദുർഘട പാതയിലൂടെയും ഒക്കെ യാത്ര ചെയ്യാൻ ഗൾഫിലും കുറേ കാലം ഇത് ചെയ്തിട്ട് പരിചയമാണ്. ഇത് JLRൻ്റെ തന്നെ ഒരു സ്റ്റാഫാണ്. അദ്ദേഹം നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന ഒരാളാണ്. അവർ വളരെ മനോഹരമായിട്ട് തന്നെ അവരുടെ ഒരു ഇലക്ട്രോണിക് വാഹനമാണ് അതിനകത്ത് പോകുന്നത്, ഒരു ഇപ്പോൾ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള. അത് അത്യാവശ്യം കാലമുണ്ട് വയ്യാത്തവർക്കോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ എർത്ത് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ നമുക്ക് എല്ലാ സാധനങ്ങളും സോവനീഴ്സൊക്കെ കിട്ടും. നല്ല ഈ ജാക്കറ്റ്, പിന്നെ മറ്റ് സാധനങ്ങൾ, ക്യാപ്പ്, ഇതിൻ്റെ പല സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഭക്ഷണം നമുക്ക് വളരെ എടുത്തു പറയാവുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഇവരുടെ അടുത്ത്. ഇത് സഫാരി പോയിൻ്റാണ് കാണിക്കുന്നത്. ഇത് ഏതാണ്ട് ഈ ചാമരാജനഗർ എന്ന് പറയുന്ന കർണാടകയിലെ ചാമരാജനഗറിൻ്റെ എന്ന് പറഞ്ഞ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമാണ്. നമ്മൾ അങ്ങോട്ട് തിരിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ പാണ്ടിക്കാട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ വഴി പോയിട്ട് വഴിത്തിരി വഴി നമ്മൾ ഊട്ടി മൈസൂർ പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇവിടെ കിടക്കണം. ഇത് ദോൾ എന്ന് പറയുന്ന ഒരു തരം വന്യജീവിയാണ്. ഇത് കണ്ടാൽ നായയാണെന്ന് തോന്നും, പക്ഷേ കുറുക്കനോട് ഇത്തിരി സാദൃശ്യമുണ്ട്. വാലൊക്കെ കറുത്തിട്ടാണ് നിൽക്കുന്നത്. കുറുക്കൻ്റേതുപോലെയുള്ള വാലുകളാണ്, പക്ഷേ ഇത് കുറുക്കനല്ല. ചിലരെങ്കിലും ഇത് കുറുക്കനാണെന്നൊക്കെ ട്രാവലോഗിൽ പറയാറുണ്ട്, പക്ഷേ ഇത് കുറുക്കനല്ല. എന്നാൽ നായയാണോ? നായ വ്യത്യസ്ത രീതിയിലുള്ള നായ്ക്കളായിരിക്കും നമുക്ക് കാണാൻ. നാട്ടു നായ്ക്കളെന്ന് പറഞ്ഞാൽ പല തരത്തിലാണ്. ഇതൊരു ചെമ്പൻ കളറിലുള്ള ഒരു തരം നായയോട് സാദൃശ്യമുള്ള ഒന്നാണ്. ഇവറ്റുള്ള കൂട്ടമായിട്ടാണ് വേട്ടയാടുന്നത്. ധോൾ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്, കാട്ടുനായ. പിന്നെ ഇത് JLRൻ്റെ സഫാരിയുടെ വാഹനങ്ങളാണ്. കാട് വളരെ മനോഹരമായിട്ട്. ആദ്യം തന്നെ നമുക്കിത് കാണാൻ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ ട്രാവലിലുള്ള പോലെ തന്നെ നമുക്ക് ഈ പുള്ളിമാനുകളാണ്. പുള്ളിമാനുകൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു വന്യജീവിയാണ്. ഈ മാനുകളൊക്കെയാണ് കൂടുതലും ഈ ടൈഗർ ഇങ്ങനെയുള്ള ജീവികളുടെ ആഹാരം, അവരുടെ ജീവിക്കുന്നത്. ഇതൊക്കെ ജീവജാലങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു തരം മൃഗങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹണ്ടിങ് ആനിമൽസ്. അതായത് ഈ വേട്ടമൃഗങ്ങൾ എന്ന് പറയുന്ന അവറ്റകളൊക്കെ ഈ ഇതിനെ വേട്ടയാടാനും ഇതിൻ്റെ ഉൽപ്പാദനം, അതിൻ്റെ പ്രജനനം, അതിൻ്റെ വളർച്ചയുടെ തോതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഈ വേട്ടനായ വേട്ടനായല്ല, ഈ കാട്ടുനായ ദോള് ചെയ്താൽ വീണ്ടും വന്നിട്ടുണ്ട്. ഇവറ്റകൾ പുലർച്ചെ ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരണമെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവറ്റകൾ 1-2 പേര് കാണില്ല. കുറേ അധികമുള്ള കൂട്ടങ്ങൾ, 5, 10, 20 ഒക്കെ അവരുള്ള കൂട്ടങ്ങളുണ്ടാവും. ഇവർ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചെയ്യുക. അവർ മൃഗത്തിന് കിട്ടിക്കഴിഞ്ഞാൽ വളഞ്ഞിട്ട് ആക്രമിക്കും. പ്രത്യേകിച്ച് വല്ല പരിക്കോ കേടോ ഒക്കെ ഉള്ളതാണ് വേഗം ആക്രമിക്കുക. അല്ലെങ്കിൽ പ്രായാധിക്യം ഒന്നേനെയോ അതിനൊക്കെ ആക്രമിക്കാൻ എളുപ്പമാണ്. ഈവൻ ഗൗർ എന്ന് പറയുന്ന 1000 കിലോ വരെയൊക്കെയുള്ള ഭാരമുള്ള ഈ കാട്ടുപോത്തിനൊക്കെ ഇവർ കാട്ടിയെന്നൊക്കെ പറയും, ആക്രമിച്ച് പിടിക്കുന്ന പറയുന്നത്. ഒരു ഒറ്റക്കൊമ്പനല്ല, ഒറ്റയാൻ കൊമ്പൻ. ഈ കൊമ്പനെ നമ്മൾ കണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള കൊമ്പുകളാണ് ഇവറ്റുകളുടെ. ഇതിൻ്റെ ആനക്കൊമ്പിന് വേണ്ടി എപ്പോഴും തല്ലും പിടിയാണ്. വലിയ ഈ സെലിബ്രിറ്റികളൊക്കെ വീട്ടിൽ സൂക്ഷിക്കാൻ വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത് ഇങ്ങനെ കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? വേട്ടയാടിയിട്ട് പിടിക്കാനല്ല. നിലവിൽ ഉള്ള കൊമ്പുകളുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. വാസ്തവത്തിൽ അത് ഒരു ആവശ്യമുള്ള സംഗതിയാണ് തോന്നുന്നത്. അത്തരം തർക്ക വിഷയത്തിലൊന്നും നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ ഭക്ഷണം ഇര തേടിക്കൊണ്ടുവന്നതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഈ പരുന്ത്.
ഈ പരുന്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇനം പരുന്താണ്. ക്രസ്റ്റഡ് ഹോക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ക്രസ്റ്റഡ് ഹോക്ക് ഈഗിൾ, ഹോക്ക് വർഗത്തിൽപ്പെട്ടല്ല, ഹോക്ക് എന്ന് പറയപ്പെടുന്ന ഇനത്തിൽപ്പെട്ട ഈഗിളാണത്. അതെന്തോ ഈ മുയലിനെയോ അതല്ലെങ്കിൽ ഏതോ വെള്ളപ്രാവിനെ എന്തിനൊക്കെ പിടിച്ചത് വ്യക്തമായിട്ട് കാണുന്നില്ല, വളരെ ദൂരമാണ്. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാനോണിൻ്റെ 600mm ലെൻസ് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ ബ്ലറുണ്ടാവും, അത് പ്രേക്ഷകർ അത് ക്ഷമിക്കുക. അത് പരമാവധി ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ചെയ്യുന്നത്. വളരെ അപൂർവമല്ലെങ്കിലും കുറഞ്ഞ എണ്ണം മാത്രമേ ഇത് ഇന്ത്യൻ കാടുകളിലുള്ളൂ. അത് കഴിഞ്ഞ് ഒരു പിടിയാനയാണ് നമ്മളെ വരവേറ്റ് നിൽക്കുന്നത്. ഇവിടെ ശാന്ത സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരു പിടിയാനാണ്. പിടിയാന കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അടുത്ത ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ കുരങ്ങുകളാണ്. ഇത് കുരങ്ങുകൾ ഇന്ത്യൻ വനങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യ എല്ലാ വനങ്ങളിലൊക്കെ മുത്തങ്ങയാണെങ്കിലും നാഗർഹോളയാണെങ്കിലും മുതുമലയാണെങ്കിലൊക്കെ ഇഷ്ടംപോലെ, മുതുമലയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. എന്തിനാണ് നമ്മുടെ വാഴച്ചാൽ ഇവിടെയൊക്കെ ധാരാളമുണ്ട്. ഇത് ലങ്കൂർ മങ്കി എന്ന് പറഞ്ഞാൽ വൈറ്റ് ലങ്കൂർ മങ്കി ഇനത്തിൽപ്പെട്ട കുരങ്ങുകളാണിത്. കാടിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഇവർ വളരെ നല്ലതാണെന്നാണ് മനസ്സിലാക്കുന്നത്. നന്നായി ഇമിറ്റേറ്റ് ചെയ്യും. പുലർച്ചെ ആയതുകൊണ്ട് കാടിൻ്റെ മനോഹാരിത നന്നായിട്ട് കാണുന്നുണ്ട്. ഈ കർണാടകയിലെ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഈ ഡ്രൈ ഫോറസ്റ്റാണ്. നമ്മുടെ കേരളത്തിലേതുപോലെ വളരെ ഹരിതാപമായിട്ടുള്ള ഫോറസ്റ്റ് അല്ല, ഡ്രൈ ഫോറസ്റ്റാണ്. പിന്നെ കേരളത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ കാടുകൾ അടിക്കാട് വെട്ടി സെറ്റാക്കി വയ്ക്കും. അതുകൊണ്ട് മൃഗങ്ങളെ കാണാൻ എളുപ്പമാണ്. ഇത് മറ്റൊരു ഇനം പറയാം, സർപ്പൻ്റ് ഈഗിളാണിത്. സർപ്പൻ്റ് ഈഗിൾ എന്ന് പറയുമ്പോൾ ഈ വളരെ അകലത്തിലുള്ള പാമ്പുകളെ പോലും ഉയരത്തിൽ നിന്നൊക്കെ നിരീക്ഷിച്ച് പിടിക്കാനുള്ള കഴിവുകൾ ഇവയ്ക്കുണ്ട്. അങ്ങനെയുള്ള ഒരു തരം പരുന്താണിത്. ഇതും എണ്ണത്തിൽ വളരെ കുറവായിട്ടുള്ളതാണ്. വംശനാശം സംഭവിച്ചിട്ടുള്ളതല്ല, പക്ഷേ വംശനാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു തരം പരുന്തുകളാണിത്. ഈ പരുന്തിനെ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ പോകുന്നതെന്ന് പറഞ്ഞാൽ മയിലുകളെ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മയിലുകളും ഈ വനങ്ങളിൽ ധാരാളമായിട്ടുണ്ട്. ഏകദേശം 126 കടുവകളാണ് ഇപ്പോൾ ഈ ബന്ദിപ്പൂർ വനമേഖലയിലുള്ളത്. 2021 കണക്കനുസരിച്ചിട്ടുള്ളതാണിത്. അതുപോലെ തന്നെ ഏകദേശം 300 പുള്ളിപ്പുലികളും 2500 ആനകളുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിത് ചെങ്കിരിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെങ്കിരി രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അവറ്റുകൾ ധാരാളമായിട്ട് എന്ന് പറയാൻ പറ്റില്ല, കുറഞ്ഞ തോതിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഈ വയലേലകളിലും ഇവർ ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവർ ചെതൽപ്പുറ്റുകളൊക്കെ അന്വേഷിച്ചാണ് നടക്കുന്നത്. ചെതൽപ്പുറ്റുകൾ കഴിക്കും. ഈ മരങ്ങളൊക്കെ വളരെ പഴക്കം ചെന്ന് പ്രായം ചെന്ന് കേടുവരുന്ന മരങ്ങളൊക്കെ, ഇതാ നമ്മൾ വീണ്ടും ഒരു വന്യമൃഗം, അതായത് ഈ വൈൽഡ് ബോറാണത്. വൈൽഡ് ബോർ അത് പെട്ടെന്ന് കടന്നുപോയി. പിന്നെ വീണ്ടും ഈ മാനുകളിലേക്ക് വന്നിരിക്കുകയാണ്. മാനുകൾ വീണ്ടും കാഴ്ച തന്നു. മാനുകൾ ഇടയ്ക്കിടയ്ക്ക് പറ്റുകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ പുള്ളി, ആ ബ്രൗൺ നിറത്തിലുള്ള വെളുത്ത പുള്ളി കാണാൻ, അതിൻ്റെ ചെനപ്പായിട്ടുള്ള കൊമ്പുകളൊക്കെ കാണാൻ വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയെന്ന് പറയാതെ വയ്യ. ആയിരത്തി 1973 പ്രോജക്റ്റ് ടൈഗറിന് കീഴിൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സ്ഥാപിതമായത്. 1986 മുതൽ ഇത് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായി മാറി. കേരളത്തിൻ്റെ മുത്തങ്ങ വന്യജീവി കേന്ദ്രം, കബിനി, ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, നാഗർഹോള, തമിഴ്നാടിൻ്റെ മുതുമല വന്യജീവി സങ്കേതം മുതലായവ ചേർന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വരാനും പോകാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെ ഇവിടെ വലിയ മൃഗസമ്പത്താണുള്ളത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ, അതായത് ഏറ്റവും കൂടുതൽ കടുവകൾ കാണപ്പെടുന്ന പ്രദേശമാണിത്. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ കടുവ സങ്കേതം. കേരളത്തിൻ്റെ വനമേഖല പോലെയല്ല കർണാടകയുടേത്. കർണാടകത്തിൻ്റേത് കൂടുതൽ നിബിഡവും ഹരിതാപവുമാണെങ്കിൽ
കർണാടകത്തിൻ്റെ വനമേഖല ഡ്രൈ ഫോറസ്റ്റാണ്. വിശാലമായ നോക്കെത്താത്ത കാടുകൾ. സാധാരണ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് ബന്ദിപ്പൂരിലേത്. വരണ്ടതും ചൂടുള്ളതുമായ കാലാവസ്ഥ മാർച്ച് ആദ്യം മുതൽ ആരംഭിക്കുകയും ജൂണിൽ മൺസൂൺ ആരംഭിക്കുന്നതുവരെ തുടരുകയും ചെയ്യും. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഒരു കരടിയെ കൊന്ന, അതിന് ഏകദേശം കുറേ ഭക്ഷിക്കുകയും ചെയ്ത ഒരു സാധാരണ പവറുള്ളൊരു കടുവയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ കടുവയാണ് ഇപ്പോൾ ഏറ്റവും പ്രബലമായിട്ടുള്ള കടുവ. അത് കഴിഞ്ഞ് നമ്മളൊരു കാട്ടുപോത്തിൻ്റെ ദൃശ്യം, ഘൗറാണത്, കാട്ടുപോത്തിലെ വലിയ ഇനങ്ങളാണത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം അതിൻ്റെ വനമേഖലയുടെ ഒരു വിസ്തീർണത്തെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. പിന്നെ വനത്തിനകത്ത് തന്നെയാണ് ഇതിൻ്റെ ഈ JLRൻ്റെ താമസം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഒരാൾക്ക് ഏകദേശം 8,260 രൂപയാണ് ചുരുങ്ങിയ ഒരു ചാർജ്. ഫെസിലിറ്റീസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നിരക്ക് കൂടും. ഇതിൽ 1:30 നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ 3:30 3 മണിക്കൂർ സഫാരിയും പുലർച്ചെ 6:30 മറ്റൊരു സഫാരിയും ഉൾപ്പെടും. ഭക്ഷണം വളരെ വിശേഷമാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം തന്നെ നമുക്ക് ഒരു ബുഫേ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇങ്ങനെ കാടുകളൊക്കെ ഇങ്ങനെ പല വർണ്ണത്തിൽ പൂത്തു നിൽക്കുന്നുണ്ട്. നാനാജാതി മൃഗങ്ങളെ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഭക്ഷണത്തോടൊപ്പം ചിക്കനും ഇതെല്ലാം നമുക്ക് ലഭ്യമാണ്. പഴവർഗ്ഗങ്ങളും പായസമൊക്കെ വെജിറ്റേറിയൻ ബേസ്ഡാണ് കൂടുതൽ. എന്നാലും ഇതെല്ലാം നമുക്ക് കാശിന് മുതലാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നല്ല താമസമാണ് കാട്ടിൽ. അവരുടെ വൈൽഡ്നെസ് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് തന്നെ നമുക്ക് താമസിക്കാൻ കഴിയുന്നുള്ള അതിൻ്റെ ഒരു പ്രത്യേകത. ഈ JLR സഫാരി ബുക്ക് തന്നതിനെ കുറിച്ചൊക്കെ നമ്മളിതിനകത്ത് വിശദമായിട്ട് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അതിന് പോകാനും ഒക്കെ അത് ഉപകാരപ്പെടും. അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അവരുടെ തന്നെ കർണാടക ഗവൺമെൻറ് തന്നെ ഒരു സഫാരി സംവിധാനമാണ് ഈ JLR എന്ന് പറഞ്ഞാൽ. അവരുടെ തന്നെ ഒരു ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടീമാണത്. ഗവൺമെൻറ് തന്നെയാണത്. നല്ല ഫലപ്രദമായിട്ട് നടത്തുന്ന ഒരു തന്നെയാണ്. ആനകളെ കുറിച്ചാണ് ഇപ്പോൾ ആനകൾ നിരന്തരം നാടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആനകൾക്ക് വേണ്ടത്ര ആവാസ വ്യവസ്ഥയിൽ വേണ്ടത്ര ആഹാരമില്ല എന്നുള്ള ഇതൊക്കെ ആനകൾക്ക് മാത്രമല്ല മറ്റു മൃഗങ്ങൾക്കും പുലികൾക്കും ഇതിനൊക്കെ ഇല്ലാണ്ടാവുന്നത് കൊണ്ടാണ് കാടിറങ്ങുന്നതെന്നും പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. നമ്മുടെ പുസ്തകങ്ങളും ഇതിനകത്ത് മാർക്കറ്റിൽ ലഭ്യമാണ്. എല്ലാവരും വായിക്കണം. നന്ദി, നമസ്കാരം.